നമസ്കാരം. എൻ്റെ പേര് വെൽമ. ഇക്ര തണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇന്റർവെൻഷൻ സെന്ററിലെ പ്രിപ്പറേറ്ററി സ്കൂളിൽ പഠിക്കുന്ന ഭുവനേഷിന്റെ അമ്മയാണ് ഞാൻ. എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. മൂത്ത കുട്ടി 9 വയസ്സ് കഴിഞ്ഞു. അവന്റെ പേര് ഭവേഷ് എന്നാണ്. അവൻ മോഡറേറ്റ് ഓട്ടിസം ഉള്ള കുട്ടിയാണ്. 70% ഡിസബിലിറ്റി ഉണ്ട് അവന്. രണ്ടാമത്തെയാണ് ഈ പറഞ്ഞ ഭുവനേഷ്. അവന് ADHD വിത്ത് സിവിയർ ഹൈപ്പർ ആക്ടിവിറ്റി ആണുള്ളത്. ഭുവനേഷിന്റെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വന്ന് കണ്ടു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടെൻസ്ഡായി. ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആണ് ഞങ്ങൾ തൃശ്ശൂരിൽ തന്നെ ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് കെയർ സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ ഡോക്ടർ റഹീമുദ്ദീൻ സാറിനെ പരിചയപ്പെടുന്നത്. ആള് അസസ്മെന്റ് എടുത്തു. അപ്പോഴാണ് മക്കള് ഈ ഒരു കണ്ടീഷനിലാണെന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഞങ്ങൾ സംശയിച്ച പോലെ ഭുവനേഷിനും ചെറിയ ഡെവലപ്മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായത്. അതറിഞ്ഞ ശേഷം എന്താ പറയാ, മാനസികമായിട്ട് ഞാൻ ഒരുപാട് തകർന്നു പോയി തന്നെ പറയാം. ആ സമയത്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്തത് ആളാണ്. ആള് പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ മക്കൾക്ക് റിക്കവറി ടൈം ഉണ്ടാവും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ മക്കളുടെ ഇപ്പോഴത്തെ സ്റ്റേജ് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള തെറാപ്പിയും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്യുന്ന സെന്റർ കോഴിക്കോടുണ്ട്. മലാപ്പറമ്പിൽ തന്നെ ഒരു തണലിന്റെ ഇങ്ങനെ ഒരു ഏർലി ഇന്റർവെൻഷൻ സെന്റർ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വന്നു, കുട്ടികളുടെ വീണ്ടും അസസ്മെന്റ് എടുത്തു. സെയിം റിസൾട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ കുട്ടികൾക്ക് മെയിൻ ആവശ്യമായിട്ടുള്ള ഊട്ടിയും സ്പീച്ചും തന്നെ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ലോട്ട് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് തോന്നി. അതിപ്പോൾ ഡെന്റൽ ആയിക്കോട്ടെ, ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ആക്വാ തെറാപ്പി, എല്ലാം ഇവിടെ ഞങ്ങൾക്ക് എല്ലാം കൂടിയിട്ടുള്ള സ്ഥാപനമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇവിടെ ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, പിന്നെ ബിഹേവിയറൽ തെറാപ്പി, ഇതൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. തെറാപ്പി കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അവന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അവന് സിറ്റിംഗ് ടോളറൻസ് ഉണ്ടായി തുടങ്ങി. പിന്നെ അവന് വാശി കുറഞ്ഞു തുടങ്ങി. എന്നാലും അവന് ഈ പെൻസിൽ ഹോൾഡിങ്, പിന്നെ സ്ക്രിബ്ലിംഗ് ചെയ്യുക, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടറും മറ്റ് തെറാപ്പിസ്റ്റും ഒക്കെ ഡിസൈഡ് ചെയ്ത് അവനെ പ്രിപ്പറേറ്ററിയിലേക്ക് ഒന്ന് ചേർത്തി നോക്കാമെന്ന് പറയുന്നത്. പ്രിപ്പറേറ്ററിയിൽ അങ്ങനെ ചേർത്തി. അഖില ടീച്ചറാണ് അവന്റെ ക്ലാസ് ടീച്ചറായിരുന്നത്. എന്താ പറയാ, അവിടെ തൊട്ട് ആണ് ഭുവനേഷിന് വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അത്ര വ്യത്യാസങ്ങൾ അവന് വന്നു തുടങ്ങി. പെൻസിൽ ഹോൾഡിങ് ഇല്ലാത്ത ഭുവനേഷ് A to Z വരെയും 1 to 10 വരെയും പെട്ടെന്നാണ് 4 മാസത്തിനുള്ളിൽ എഴുതാൻ പഠിച്ചത്. ഒപ്പം തന്നെ ഒരു KG ലെവലിലെ അക്കാഡമിക്സ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിലെ അത്യാവശ്യം വേർഡ്സ് ഒക്കെ വായിക്കാനല്ലേ, ആ വേർഡ്സ് ഒക്കെ വായിക്കാനും പഠിച്ചു. നഴ്സറി റൈംസ് പാടാനും പഠിച്ചു. അങ്ങനെ എന്താ പറയുക, പ്രതീക്ഷിക്കുന്നതിനപ്പുറം 4 മാസം കൊണ്ട് KG ലെവലിലെ അക്കാഡമിക്സ് അവൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ടീച്ചർ പറഞ്ഞ പ്രകാരം അവന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് സാധാരണ കുട്ടികളുടെ കൂടെ ഡെവലപ്മെന്റ് ഡിലേയുള്ള കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്കൂള് ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ വെസ്റ്റ് ഹില്ലിലുള്ള വിസ്ഡം കിഡ്സ് കുഴപ്പമില്ലാന്ന് തോന്നി. ഒരു ഇൻക്ലൂസീവ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന സ്കൂളാണ്, ഒരു ഇൻക്ലൂസീവ് സ്കൂൾ തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഇത്ര നല്ല സ്കൂളിൽ എൻ്റെ മകന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തണലിൽ നിന്ന് കിട്ടിയിട്ടുള്ള തെറാപ്പിയും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണെന്ന് ഞാൻ പറയുമ്പോൾ ഒരു സംശയമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകനിലെ ചേഞ്ചസ് എത്രത്തോളം കിട്ടി, അതുപോലെ തന്നെ തണലിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ വഴി മറ്റു കുട്ടികൾക്കും ഇതുപോലെ ചേഞ്ചസ് ഉണ്ടാകട്ടെ, അവർക്ക് നല്ല സ്കൂളിംഗ് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമസ്കാരം.